റളിയല്ലാഹു തആല അൻഹയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലും തളർച്ചകളിലും പങ്കാളിയായി അവസാനം ഖദീജ റളിയല്ലാഹു തആല പരമദരിദ്രയായി വിട പറഞ്ഞുപോയി. 13 വർഷക്കാലത്തെ അഭയാർത്ഥ ജീവിതം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ ആ മക്കയിലെ മഖാം ഇബ്രാഹിമിന്റെ പുറകിലിരുന്ന് നിസ്കരിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കമ്പത്തക നടന്നിട്ടും മക്കയിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് താമസിക്കാൻ ടെന്റ് കൂട്ടിയത് എവിടെയെന്നറിയോ? ഖദീജ റളിയല്ലാഹു തആലയെ മക്കയുടെ ജീവിതത്തിൽ തനിക്ക് താങ്ങും തണലുമായ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആലയെ ഖബറടക്കിയ ആ ഖബറിന്റെ ചാരത്താണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ കൂട്ടിയത്, പോയിട്ട് ടെന്റ് കൂട്ടിയത്. ഖദീജ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് കൂടാരം കെട്ടിയിട്ട് ഖദീജ അഭയാർത്ഥിയെ പോലെ മക്കയിൽ താമസിക്കുമ്പോ നിന്റെ വസ്ത്രം പോലും മാറ്റിവെച്ചിട്ട് എനിക്ക് ഭക്ഷണം ഒരുക്കിയ പെണ്ണ് ഇന്ന് മക്കയുടെ കാഴ്ചവെട്ടിൽ നിൽക്കുമ്പോ, ഈ മക്കയുടെ സൗഭാഗ്യം എന്റെ കൈവെള്ളയിൽ നിൽക്കുമ്പോ ഇതൊന്നും കാണാൻ പ്രാണപ്രേയസി ഖദീജ നീയില്ലല്ലോ ഖദീജ. ഇതേവരെ ആഗോള വൃത്താന്തത്തെ ആനുകാലിക സമൂഹമായി ബന്ധപ്പെടുത്തി പറഞ്ഞ് പിന്നെ അവസാനത്തെ സലാത്തിനു വേണ്ടി ലോകം കടന്നു പോകുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ മുത്തുനബിയെ കൊണ്ടുവരികയാണ്. ആ വെളിച്ചം നമ്മുടെ വെളിച്ചമാകാൻ എല്ലാ നേട്ടങ്ങളിലും കോട്ടങ്ങളിലും പട്ടിണിയിൽ കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച ഖദീജ ബീവിയെ മരണപ്പെട്ടതിന് ശേഷം മക്ക കാലിന്റെ അടിയിൽ വരുമ്പോ പട്ടിണി കിടന്ന ദിവസത്തെ ഓർമ്മ വന്നപ്പോ ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുക്കലാണ് മക്കം ഫത്തഹിന്റെ സമയത്താ പ്രിയപ്പെട്ട ഭർത്താവ് ടെന്റ് കെട്ടിയത്. പൊന്നുമോനെ, ജീവിതത്തിന്റെ എല്ലാ കട്ടപ്പാടിലും നമ്മുടെ കൂടെ നിന്ന ഭാര്യ നാളെ നിനക്ക് സൗന്ദര്യം വരുമ്പോ, നാളെ സമ്പത്ത് വരുമ്പോ അന്ന് കൂടെ നിന്നവനെ തള്ളിപ്പറയല്ലേ എന്ന് ലോകത്തോട് ജീവിതം കൊണ്ട് പറഞ്ഞ എല്ലാ ദുഃഖത്തിലും നമുക്ക് കൂട്ടാളിയായ നമ്മുടെ ഭാര്യ. അന്ന് അവളില്ലായിരുന്നെങ്കിൽ ഓർക്കുന്നുവോ നിങ്ങൾ? അന്ന് അവളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ചില്ലറ പൈസ ഇട്ട് വെച്ച മൺപാത്രം പൊട്ടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയ കാലത്ത് അന്ന് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. പാതിരാത്രിയിൽ ഭാവിയിൽ എന്ത് ചെയ്യുമെന്നോത്തിട്ട് ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പോ പാതിരാത്രി ലൈറ്റ് എടുത്തിട്ട് നിങ്ങൾ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് കൈവിരലുകൾ കൊണ്ട് തവളിൽ തലോടി ഏത് ദുഃഖത്തിന് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ ഭാര്യ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ജീവിതത്തിന്റെ ഈ സുഭിക്ഷതയിൽ നമുക്കൊരു പ്രേരണ ഉണ്ടാകുമായിരുന്നില്ല. നീ നിന്റെ പെണ്ണിനെ മറക്കരുത്. നിനക്ക് സമ്പത്ത് വരുമ്പോ ജീവിതം കണ്ടതുകൊണ്ടാണ് മക്കം ഫത്തഹിന് തനിക്ക് വേണ്ടി എല്ലാം ധരിച്ച ഖദീജയുടെ ഖബറിന്റെ അടുക്കൽ പോയി മുത്തുനബി ഖബർ ടെന്റ് കൂട്ടിയത്. സ്വച്ഛന്തമായി സ്വാതന്ത്ര്യത്തോടെ 7 പ്രാവശ്യം കഅബാലയം തവാഫ് ചെയ്യുമ്പോ ഓരോ തവാഫ് കഴിയുമ്പോഴും ഖദീജ ബീവിയുടെ ഖബറിലേക്ക് നോക്കും. ഖദീജ, ഖബറിൽ കിടന്നിട്ട് നീ ഇത് കാണുന്നുണ്ടോ ഖദീജ? ഈ സുഭിക്ഷത നീ കാണുന്ന ഖദീജ? ശുബ അബൂ താലിബിന്റെ മനഞ്ചരിവില് കായികന് നിന്ന നിന്റെ ഭർത്താവ് ഇന്നും മക്ക പിടിച്ചടക്കി ഖദീജ, മണ്ണിന്റെ അടിയിൽ നീ കാണുന്നുണ്ടോ എന്ന് കഥ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ ഹുബ്ബ് തരട്ടെ. മനുഷ്യന്മാരെ, അല്ലാഹു നമുക്ക് ആ ഹുബ്ബ് തരട്ടെ. അല്ലാഹു നമുക്ക് ആ ഹുബ്ബ് തരട്ടെ. ആ ഹുബ്ബുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഖദീജ ബീവിയോട് ഹുബ്ബ് വേണം സമസ്തയുടെ പ്രവർത്തകർക്ക്. കാരണം നമ്മുടെ നേതാവ് അന്തിയുറങ്ങിയത് ഖദീജ ബീവിയുടെ ചാരത്താണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനു വേണ്ടി നാടുനീള തലപ്പ അടിച്ചു വെച്ച് പിരിച്ച മനുഷ്യനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. മഹാനവരെ കളന്നിറങ്ങുന്നത് ജന്നത്തുൽ മുഅല്ലായിൽ ഖദീജ ബീവിയുടെ ചാരത്ത്. അല്ലാഹു നമുക്ക് ആ തൗഫീഖ് നൽകട്ടെ. എന്ത് നഷ്ടപ്പെട്ടാലും സ്വർഗത്തിൽ എന്നെ ഭാര്യയാക്കിയാൽ മതി നബിയെ. ഖദീജ ബീവിയുടെ ആഗ്രഹം അതായിരുന്നു.